Hi everyone, this is Vibin Xavier. 2025 ഏറ്റവും ആദ്യത്തെ ആപ്പിൾ ന്യൂസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതോടൊപ്പം എല്ലാവർക്കും 2025 ഒരു അടിപൊളി പ്രൊഡക്റ്റീവും അതേപോലെ ഹെൽത്തിയും വെൽത്തിയും ആവട്ടെ എന്ന് ഞാനും എൻ്റെ എവിക്ക ടീമും വിഷയമാണ്. നിങ്ങൾക്ക് 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്ടിവിറ്റിയും ഓർഗനൈസേഷനും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ പീരിയഡ്സും മെൻസ്ട്രൽ സൈക്കിൾ ഉൾപ്പെടെ എങ്ങനെ ട്രാക്ക് ചെയ്യാം, അവരുടെ ലൈഫ് കുറച്ചും കൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു കറക്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഒരു ഡോക്ടറിൻ്റെ ഉൾപ്പെടെ നമ്മൾ ഒരു ചെറിയ ഇൻ്റർവ്യൂവും ബാക്കി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു വീഡിയോ കാണുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇൻഫോർമേറ്റീവായിട്ടും അതേപോലെ അറിഞ്ഞിരിക്കേണ്ടമായ ഏറ്റവും നല്ലൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇതേപോലുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് ന്യൂസും കുറേയധികം പുതിയ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് Vibin Xavier. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഐഫോൺ SE എന്ന് പറയുന്ന പുതിയ സീരീസ് ഈ വരുന്ന മാർച്ചിൽ റിലീസ് ചെയ്യുന്ന കുറേയധികം ന്യൂസിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതിനൊരു ഫൈനൽ കട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൈനൽ ലീക്സ് ആൻഡ് റെൻഡേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ എന്തായാലും കാത്തിരിക്കുക. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയ ലീക്ക് അനുസരിച്ച് ഐഫോൺ SE എന്ന് പറഞ്ഞ ഡിവൈസിൽ കുറച്ചധികം പേരുകൾക്ക് മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് കുറച്ച് മുൻതൂക്കം കൊടുക്കാനും ചാൻസ് ഉണ്ട്. പേരുകൾ ആപ്പിളിൻ്റെ രീതിയിൽ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കുറച്ചധികം പേരുകൾ ഐഫോൺ SE സീരീസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ഐഫോൺ SE 4th ജനറേഷൻ എന്നുള്ള പേരിൽ, രണ്ടാമത്തെ ഐഫോൺ SE എന്ന് മാത്രമുള്ള ഒരു പേരിൽ, മൂന്നാമത്തെ ഐഫോൺ 16e എന്നുള്ള പേരിൽ. കുറേയധികം കൂട്ടുകാർക്ക് അറിയാൻ പാടില്ല എന്താണ് SE എന്ന് പറയുന്നത്. SE എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന ഒരു പേരാണ്. ഈ ഒരു ഡിവൈസുകൾക്ക് മോസ്റ്റ്ലി ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ അഡ്വാൻസ് ടെക്നോളജിയും അതോടൊപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഡിവൈസ് ആയിട്ടായിരിക്കും ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ എഡിഷൻ എന്നുള്ള പേരിൽ SE എന്നുള്ള പേരിൽ ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ ഐഫോൺ 16e എന്ന് പറയുന്നത്? 16 എഡിഷൻ ആണോ? അങ്ങനെ എന്തെങ്കിലും ഒരു പേരായിരിക്കും ഇനി ആപ്പിൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ആയ ഒരു പേര് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ആപ്പിൾ ആയതുകൊണ്ട് തന്നെ അവരുടേതായ ഒരു സ്പെസിഫിക് നെയിം ആപ്പിൾ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം അടുത്ത വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ കാർപ്ലേ 2nd ജനറേഷൻ 2024 അവസാനത്തോടെ ആപ്പിൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. പക്ഷെ 2025 സ്റ്റാർട്ടിംഗ് ആയിട്ട് പോലും ആപ്പിൾ അതിനെപ്പറ്റി ഒരു കമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടുമില്ല, പ്രസ് റിലീസും ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ കുറച്ചധികം സെലക്റ്റഡ് ആയ കാസിലാണ് ആദ്യം വരുന്നത്. പോർഷെ, ആസ്റ്റോൺ മാർട്ടിൻ എന്നിങ്ങനെയുള്ള കുറച്ച് കാറുകൾ. ഈ ഓരോ കാറുകളിൽ അവരുടെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ തൊട്ട് ഫുൾ അടിമുടിയാണ് ആപ്പിൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, പെട്രോൾ ഗേജ്, ഇത് മാത്രമല്ല ഓരോ ചെറിയ സിമ്പിൾസ് ഉൾപ്പെടെ ആപ്പിൾ മാറ്റും എന്നാണ് കാർപ്ലേ 2nd ജനറേഷനിൽ നമുക്ക് തന്ന ഒരു പ്രോമിസ്. സോ 2025 ഈ പറഞ്ഞ ആപ്പിളിലെ കാർപ്ലേ 2nd ജനറേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2025 ആപ്പിൾ കുറേയധികം അടിപൊളി ഡിവൈസുകൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ആദ്യം ഞാൻ പറഞ്ഞത് ഐഫോൺ SE, രണ്ടാമത്തെ ഒരു ഡിവൈസാണ് ഈ പറഞ്ഞ മാജിക് മൗസിൻ്റെ ഒരു 2nd ജനറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ കണ്ടത് മാജിക് മൗസിൻ്റെ ഒരു USB-C വെർഷനും ലൈറ്റ്നിങ് വെർഷനുമാണ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു പോർട്ട് മാത്രമാണ് ആപ്പിൾ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഒരു കംപ്ലീറ്റ് റീമാപ്പിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ് റീഡിസൈനിങ് ആയിരിക്കും ആപ്പിളിൻ്റെ പുതിയ മാജിക് മൗസിൽ വരാൻ പോകുന്നതാണ് കേട്ടുള്ള റിപ്പോർട്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ 2025 ആ ഒരു ഡിവൈസ് വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ഒരു 3rd ജനറേഷൻ എയർപോഡ്സ് പ്രോയും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ എയർപോഡ്സ് പ്രോവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചൈന, ഹോങ്കോങ്, അതേപോലെ സിംഗപ്പൂർ, തൈവാൻ എന്നീ പറഞ്ഞ കൺട്രീസിലെല്ലാം ഒരു സ്നേക്ക് എഡിഷൻ എയർപോഡ്സ് ഇപ്പോൾ ആപ്പിൾ ലിമിറ്റഡ് എഡിഷനായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ 4 കൺട്രീസിൽ മാത്രം എന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. വേറെ ഏതെങ്കിലും കൺട്രീസിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് ലിമിറ്റഡ് എഡിഷനായിട്ട് മാത്രം ഈ പറയുന്ന അവിടെ ഒരു ഫെസ്റ്റിവൽ സീസൺ ഉണ്ട്, അതും പ്രമാണിച്ച് മാത്രമാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിമിറ്റഡ് കളക്ഷൻ കളക്ട് ചെയ്യുന്നൊരു കൂട്ടരാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഹോട്ട് വീൽസും അതേപോലെ ഐഫോണും ഒക്കെ കളക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലിമിറ്റഡ് എഡിഷനുള്ള എയർപോഡ്സ് എന്തായാലും കളക്ട് ചെയ്യാവുന്നതാണ്.
അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ വാച്ച് സീരീസ് 4 എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക. അത് കൊടുക്കാനോ അതേപോലെ നശിപ്പിക്കാനോ നോക്കരുത്. ആപ്പിൾ ഒഫീഷ്യലി അതൊരു വിൻറ്റേജ് ഡിവൈസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ വിൻറ്റേജ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു എന്താ പറയുക, ഒരു ക്ലാസിക് മോഡലും അതേപോലെ തന്നെ ഒരു വാല്യൂ ഇനി പോകുന്ന വർഷങ്ങളിൽ ഈ ഒരു ഡിവൈസിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആപ്പിൾ വാച്ചിൻ്റെ ഏറ്റവും ഫുൾ ഡിസ്പ്ലേ വന്നത്, അതായത് കുറച്ചുകൂടെ കർവിയും 44mm എന്ന ഡിസ്പ്ലേ വന്നതും ആപ്പിൾ വാച്ച് 4ലാണ്. സോ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഡിവൈസ് മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കുക. അതൊരു വിൻറ്റേജ് സീരീസ് ആയിട്ട് കളക്ട് ചെയ്യാൻ നോക്കുക. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസ് തന്നെയാണ്. കാരണം VPN, ഈ പറഞ്ഞ VPN ആപ്പുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യാൻ പോവാണ് ആപ്പ് സ്റ്റോറിൽ. അതെന്താണെന്ന് വെച്ചാൽ ചൈന മാർക്കറ്റിൽ അല്ലെങ്കിൽ ചൈനയിൽ ഇപ്പോൾ ആപ്പിളിനെ നിർബന്ധിച്ചുകൊണ്ട് കുറേ VPN ഡിവൈസുകൾ അല്ലെങ്കിൽ VPN ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ആപ്പ് സ്റ്റോറിൽ. സോ അതേ സെയിം പ്രവൃത്തി തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും ആപ്പിളിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്ലാനുണ്ട്. കുറേയധികം അൺലിസ്റ്റഡ് ആയിട്ടുള്ള VPN ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലില്ല. നമുക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മൾ കോൾ ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ സൈബർ അറ്റാക്സ് കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ലിങ്കുകളോ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി നമ്പറിൽ വിളിക്കാൻ വേണ്ടി. സോ നമുക്കിപ്പോൾ കുറേയധികം സൈബർ അറ്റാക്സ് ഉള്ളത് കൊണ്ട് തന്നെ VPN യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈബർ ത്രെട്ടോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈബർ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പരമായിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാനോ ബ്രീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഔട്ട്ലോ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം ആപ്പിളിനോട് ഇന്ത്യൻ ഗവൺമെൻറ് അത് ചോദിക്കുന്നത്. സോ കുറേയധികം VPN ബ്രൗസേഴ്സും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസും ആപ്പ് സ്റ്റോറിൽ നിന്ന് പതുക്കെ പോകുന്നതാണ് നമുക്കിടെ റിപ്പോർട്ട്. സോ നിങ്ങളുടെ കൂടുതലും VPN യൂസ് ചെയ്യുന്ന ആ ഒരു കൂട്ടുകാരന് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ ഇൻഫർമേഷൻസും ബാക്കിയെല്ലാം മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറേയധികം ഓപ്പർച്യൂണിറ്റീസും അതേപോലെ പോസിബിലിറ്റീസും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. നമുക്ക് കുറേയധികം പ്രശ്നം ഉണ്ടാവും, പക്ഷേ ഫേസ് ചെയ്യാൻ മുമ്പോട്ട് പോവുക, നല്ല പ്രൊഡക്റ്റീവ് ആവുക, നല്ല ഓർഗനൈസ്ഡ് ആവുക. നേരത്തെ പറഞ്ഞ ഹൗ ടു ബി ഓർഗനൈസ്ഡ് വിത്ത് യുവർ ഐഫോൺ എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയ കൂടെയും നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ വീഡിയോ. This is Ebin Xavier signing from Evica.